ഹലോ ഫ്രണ്ട്സ്, നമ്മൾ വള്ളിച്ചൂണ്ട കിട്ടിയിട്ടുണ്ടായിരുന്നു. 2 വള്ളിച്ചൂണ്ടയെ കിട്ടിയിട്ടുള്ളായിരുന്നു. പക്ഷേ നമ്മൾ ആദ്യത്തെ വള്ളിച്ചൂണ്ട നോക്കാൻ പോയപ്പോൾ 2 വാളയെ കിട്ടി. പക്ഷെ അത് നമ്മൾ വീഡിയോ എടുക്കാൻ സാധിച്ചില്ല. പക്ഷേ കടവിൽ വന്നു കഴിഞ്ഞാണ് നമ്മളത് വാളയൊക്കെ അഴിച്ചു കഴിഞ്ഞാണ് വീഡിയോ എടുത്തിരിക്കുന്നത്. അപ്പോൾ അടുത്തൊരു വള്ളിയുടെ നമ്മൾ നോക്കാനുണ്ട്, അത് കാണിച്ചു തരാം. എന്തേ കണ്ടോ, 2 വാള, നല്ല മുഴുത്ത വാളയാണ്. അഴിച്ച് കാണിച്ചു തരാം. രാത്രി ആയതുകൊണ്ട് നമ്മൾ വീഡിയോ എടുക്കാൻ ബുദ്ധിമുട്ട് കാരണമാണ്. ആറ്റ് നിറച്ച് പൂളയുണ്ട്, അതുകൊണ്ടാണ് നമ്മൾ വീഡിയോ എടുക്കാൻ ശ്രമിക്കാഞ്ഞത്. ഇതൊരു വാളയാണ് കേട്ടോ, അടുത്ത വാള ഉണ്ടോ, സൂപ്പർ വാള. ഇതും അതുപോലെ തന്നെ സൂപ്പർ വാളയാണ്, 2 കണ്ടോ. ഇത് നമുക്ക് കെട്ടിയതേ കടവിലേക്ക് ഇറങ്ങിയിടാം. വാള കെട്ടിയിടാനുള്ള സംവിധാനമൊന്നും നമ്മൾ ഉണ്ടാക്കിയിട്ടില്ലായിരുന്നു. നേരത്തെ നമ്മളത് കുറ്റി നാട്ടി കയറ് കെട്ടുമായിരുന്നു. ഇപ്പം നമുക്ക് എറമ്പിലോട്ട് തന്നെ കെട്ടിയിടാം. അടുത്തത് നമ്മളിവിടെ ഒരു ടയർ കെട്ടിയിട്ടുണ്ട്, അതിലും കൂടെ കെട്ടാം. കണ്ടോ, ഈ വാള ഇവിടെ കൂടെ കെട്ടാം. രണ്ട് വാളയെ നമ്മൾ കെട്ടി. അടുത്ത വള്ളി ഇനി നോക്കാൻ പോവാം. നമ്മൾ അടുത്ത വള്ളി നോക്കാൻ പോവുകയാണ്. പാട്ടിലൊക്കെ എടുത്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. നോക്കാം, ഈ വള്ളി ഒന്ന് പൊക്കിയെടുക്കാം. വെള്ളം അയഞ്ഞു പോവും, വെള്ളം അങ്ങോട്ടങ്ങ് പോവും. ഈ ചൂണ്ടത്തി നമ്മൾ തീറ്റി ഓർക്കുന്നില്ല, എറമ്പിലായതുകൊണ്ട്. നമ്മുടെ മുതൽ നല്ല ശക്തമായ ഒഴുക്കാണ്. കാരണം ഈ വള്ളിയും പോളവേരും എല്ലാം വന്ന് ചൂണ്ടൽ ഇവിടെ ഗതയുണ്ട്. ഒരു ഓലമടലാണ്. ഇപ്പം ഇറക്കം വീഴാൻ പോവുക, അതുകൊണ്ട് അത് അങ്ങോട്ട് അങ്ങ് പൊക്കോളും. ഓക്കെ, വ്യക്തമായ പോള വരിക. വേറെ മുഴുവൻ പോളെ ഉടക്കുന്ന ലക്ഷണമുണ്ട്. കയറി വിടേണ്ട അധികമാണ് വരുന്നത്. എന്നാലും നോക്കാം, എത്ര വന്നത്രയും പൊക്കി നോക്കാം. നമ്മൾ കയറി വിടുകയാണ്. പോള കണ്ടോ, കണ്ടോനം പോള വരുവാണ്. പക്ഷേ ഇത് വാളയുണ്ട്, ഒരു വാളയുണ്ട് ഇവിടെ അടുത്ത് തന്നെ. ഈ പോളയുടെ അടിയിൽ തന്നെ വാളയുണ്ട്. പക്ഷേ നമ്മൾ ഈ പോള വരവന് എങ്ങനെ ഇത് പിടിക്കും? നമ്മൾ കയറി വിടുക, അക്കരെ നമുക്കിനി പൊക്കി പിടിച്ചു വരാം. കയറിവിട്ട് ഉണ്ടോ, കണ്ടോനം പോള. നമ്മളിക്കരെ കര വന്ന് ഇവിടുന്ന് വള്ളി പിടിക്കാം. നമുക്ക് വള്ളി പിടിച്ച് നോക്കാം. ഇവിടുന്ന് വാള കയറാൻ അനങ്ങുന്നുണ്ടായിരുന്നു. പക്ഷെ നമ്മൾ ആ പോള വരവ് കാരണമാണ് വാളെ എടുക്കാൻ മേലാതായത്. ഇനിയിപ്പോൾ ഇവിടുന്ന് ഇങ്ങോട്ട് പിടിച്ച് ചെല്ലുമ്പോൾ പോള ഇല്ലെങ്കിൽ നമുക്ക് വാള എടുക്കാം.
പോളയ്ക്കകത്ത് വെച്ച് നമ്മൾ വാള എടുത്തു കഴിഞ്ഞാൽ വള്ളിയെ മുഴുവൻ പോള വന്ന് കയറും. നമുക്ക് വള്ളി പിന്നെ താന്ന് കിടക്കാതാവും. വരുന്ന പോള മുഴുവൻ അതിൻ്റെ കുറേ വന്ന് കയറിക്കൊണ്ടിരിക്കും. തീറ്റിപ്പോയത് ആ തീറ്റയുടെ മുകളിലാണ് കൊണ്ടത്. അതാണ് നമ്മളത് പരല് പോയി. ഇങ്ങനെ സ്വാഭാവിക. സൂക്ഷ്മം സെൻറ്ററിലാണ് ഈ പോള. വാള അവിടെ തന്നെയാണ് കിടക്കുന്നത്. എന്തായാലും ഇപ്പം ഇനി അത് ഞാൻ എടുക്കാതെ ഒക്കില്ല. എടുക്കുക ഇവിടാണ്. ഇത് കണ്ടോ? ഓ, കഴിയുന്നത് അയ്യോ പോയ വാള. ഇത് പോയി. ഉണ്ടോ? കടവായിക്കല്ലായിരുന്നു അത് കോർത്തിരുന്നു. അതാണ് ആ വാള പോകാൻ കാര്യം. കടവായിക്കാണെങ്കിൽ അനിശ്ചയമായിട്ടും വാള പോകത്തില്ല. കയറി വിടണ്ട ഗതികേടാ. തീറ്റയുണ്ട് നമുക്ക്. പിന്നെ ഈ വാള ആ ഒരു വാളയുള്ളായിരുന്നത് കയറി വിടുകയാണ്. തീറ്റി ചെത്ത് കിടക്കുക. കൂടെ വന്ന് നമ്മുടെ വള്ളത്തെ തങ്ങി നിൽക്കുകയാണ്. കടയിലും വരുന്നുണ്ട്. നമ്മൾ വള്ളിയിൽ നിന്ന് വിടുക. അപ്പോൾ ആ ഒരു വാള നമ്മളെ ചൂണ്ടയ്ക്ക് വെട്ടിയിട്ട് നമ്മൾ എടുക്കാൻ വന്നപ്പോൾ അത് പോയി. ഇനിയിപ്പോൾ നമുക്ക് നേരെ വീട്ടിലോട്ട് പോവാം. ഇനിയും രാവിലെ നമ്മൾ വള്ളി വലിക്കത്തുള്ളൂ. ബാക്കി ഭാഗം നേരിപ്പം. ഓക്കെ, നമ്മുടെ ഇന്നലെ കെട്ടിയ ചൂണ്ടയാണ്. നമ്മളിതൊന്ന് അഴിച്ചെടുത്ത് നോക്കാം. നമ്മൾ വൈകിട്ട് നോക്കിയപ്പം 2 വാള കിട്ടി. ഒരു വാള പോവുകയും ചെയ്തു. ഇപ്പം നമ്മൾ ഇത് വലിക്കുമെന്ന് പറഞ്ഞാൽ നേരം വിളിക്കുന്നതിന് മുമ്പേ വലിക്കുന്ന പറഞ്ഞാൽ ഇവിടെ കക്ക വരാൻ വരുന്നവർ വന്നിട്ടുണ്ട്. അപ്പോൾ അവർ പല്ലിയിട്ട് വലിച്ചപ്പോൾ ഈ ചൂണ്ടാൽ ഉടക്കിയെന്ന് പറഞ്ഞു. അപ്പം അതുകൊണ്ടാണ് ഈ നേരം വിളിക്കുന്നതിന് മുമ്പേ നമ്മളിത് വലിക്കാൻ വരുന്നത്. കെട്ട് കണ്ടവനെ മുറിയിപ്പോയി. നമുക്ക് ആദ്യം ഈ വള്ളിയൊന്ന് മേടിച്ചു. ഇങ്ങേപ്പെട്ട പോളോരമാണ്. അത് കാരണം നമുക്ക് ഇതിൻ്റെ ചൂണ്ട വലിക്കുന്നതിൻ്റെ ഫുൾ വീഡിയോ എടുക്കാൻ കഴിഞ്ഞില്ല. അത് തന്നെയല്ല, ഇതേ വാളയൊന്നും ഇല്ലെന്നായിരുന്നു. അപ്പോൾ നമുക്ക് ഈ ചൂണ്ട നമ്മൾ വലിച്ചു കഴിഞ്ഞ് ഇനി നമുക്ക് അടുത്ത ചൂണ്ട വലിക്കുന്ന സ്ഥലത്തേക്ക് പോകാം. ഓക്കെ, അടുത്ത വള്ളി വലിക്കുക.
പോളയാണ് നമുക്കിപ്പോൾ ഒരു ഭീഷണിയായിട്ട് നിൽക്കുന്നത്. നമ്മളെത്ര ശ്രമിച്ചാൽ ഈ പോള കാരണം വലിയ പാടാണ്. ചൂണ്ട തീറ്റി നോക്കാനാണേലും തീറ്റി കോർക്കാനാണേലും ചൂണ്ട കെട്ടാനാണേലും എല്ലാം വിഷയമാണ് ഈ പോള. നമുക്കും ഈ വള്ളിയിലും ഒന്നുമില്ല, അത് നമ്മൾ വലിച്ചു തീർന്നു. നമ്മൾ നേരം വെളുത്ത് വലിച്ച വള്ളിയിലൊന്നും കിട്ടുന്നില്ല. ഇതിൽ നമുക്ക് അടുത്ത വള്ളി കെട്ടിയിരിക്കുന്ന സ്ഥലത്തേക്ക് പോകും. നമ്മുടെ ലാസ്റ്റ് വള്ളിയാണ് നമ്മളിത് വലിക്കുക. ഇതെന്നാണ് ഇന്നലെ വൈകിട്ട് നമുക്ക് നമ്മുടെ വാള പോകുന്നത്. കുത്തിക്കൊണ്ട് വന്നപ്പം പറഞ്ഞു പോയി. ഇത് നല്ല കൊത്തല്ലായിരുന്നു, അതാണ് പോകാൻ കാര്യം. അത് നമുക്കൊന്ന് വലിച്ചു നോക്കാം. പാട്ടിലൊന്നും ചാകാതെ കിടക്കുക. ഈ വള്ളിയിലും ഒന്നും ഇല്ലെന്ന് തോന്നുന്നു. ഇവിടം വരെ വലിച്ചു വന്നിട്ടും ഒരനക്കമില്ല. പാട്ടിലെല്ലാം ജീവനോടെ തന്നെ ഉണ്ട്. നമുക്ക് ഈ വള്ളിയിലും ഒന്നുമില്ല. വൈകിട്ട് രണ്ട് വാള കിട്ടിയത് മാത്രമേ ഉള്ളൂ. അപ്പം നമുക്ക് പറയാനുള്ളതെന്നാണെന്ന് ചോദിച്ചാൽ, നമ്മുടെ സബ്സ്ക്രൈബർമാർ ഒത്തിരി പേര് വാള ചോദിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ വാള ഇപ്പം കിട്ടി ഇന്ന് പകൽ വരെ നമുക്കൊന്ന് സൂക്ഷിക്കാൻ സാധിക്കും. നാളത്തേക്ക് നമ്മൾ ഇവിടെ കെട്ടിയിട്ടാൽ ഈ നീർനാ വന്ന് കടിച്ചുകൊണ്ട് പോകും. അപ്പോൾ അതുകൊണ്ടാണ് നമ്മുടെ സബ്സ്ക്രൈബർമാർ ഈ വാള ആവശ്യപ്പെടുന്നവരെ ആരെയും വിളിക്കാത്തത്. പക്ഷെ കിട്ടുന്ന അന്ന് നമ്മൾ വേറൊരു കാര്യമാണ്, വീഡിയോ പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞല്ലേ അറിയാനൊക്കത്തുള്ളൂ അല്ലേ. അല്ലെങ്കിൽ കിട്ടുമ്പോൾ ഞങ്ങൾ വിളിക്കാം. അപ്പോൾ അന്ന് വന്ന് വാങ്ങാൻ പറ്റുന്നവർക്ക് നമുക്ക് വാള തരാം. അല്ലാതെ നമ്മളിത് സൂക്ഷിക്കാൻ ഒക്കുകയല്ലേ വാള. പല പ്രാവശ്യമായിട്ട് നീർന്ന നമ്മുടെ വാള കടിച്ച് തീർന്നിട്ടുണ്ട്. നമുക്ക് വലിയ നഷ്ടം സംഭവിച്ചായിരുന്നു. അപ്പം അതുകൊണ്ടാണ് നമ്മൾ സൂക്ഷിക്കാതെ വരുന്നത്. അപ്പം നമ്മുടെ വാള ഒരു കച്ചവടക്കാരൻ ചോദിച്ചിട്ടുണ്ട്. കച്ചവടക്കാരൻ വരുമ്പം അത് വാള കാണിച്ചു തരാം. ഓക്കെ.